Hi, early history of Malabar, the Portuguese period from 1498 to 1663. മലബാറിന്റെ ആദ്യകാല ചരിത്രം, അതായത് പോർച്ചുഗീസ് കാലഘട്ടം. ഇത് വില്യം ലോഗൻ എന്ന ഇംഗ്ലീഷുകാരൻ തയ്യാറാക്കിയ മലബാർ മാനുവൽ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു അധ്യായമാണ്. Well friends, here is a brief intro. William Logan, he was born in 1841 and died in 1914. William Logan is remembered for his 1887 guide to the Malabar district, popularly known as the Malabar Manual. അതായത് മലബാർ മാനുവൽ എന്ന പേരിൽ പ്രസിദ്ധമായ 1887 പ്രസിദ്ധീകരിച്ച അന്നത്തെ മലബാർ ജില്ലയ്ക്ക് ഒരു വഴികാട്ടി ഗൈഡ്. ഈ പുസ്തകത്തിന്റെ പേരിലാണ് വില്യം ലോഗൻ ഇന്ന് അറിയപ്പെടുന്നത്. He was the sub-collector and joint magistrate of North Malabar under the British administration. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്കേ മലബാറിലെ സബ് കളക്ടറും ജോയിന്റ് മജിസ്ട്രേറ്റുമായിരുന്നു ലോഗൻ. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ഒ ചന്ദുമേനോൻ, ദി ഓഥർ ഓഫ് ഇന്ദുലേഖ, helped William Logan in the preparation of Malabar Manual when the former was working under him. നമ്മുടെ ഇന്ദുലേഖയുടെ കഥാകാരനായ ഒ ചന്ദുമേനോൻ മലബാർ മാനുവലിന്റെ രചനയിൽ വില്യം ലോഗനെ സഹായിച്ചിട്ടുണ്ട്. Well, this is a brief intro. Now friends, the short answer questions. Question number 1. Vasco da Gama started his journey from Lisbon on പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്ന് വാസ്കോ ഡി ഗാമ എന്ന പോർച്ചുഗീസുകാരൻ എന്നാണ്, ഏത് ദിവസമാണ് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചത്? ഇതാണ് ചോദ്യം. Vasco da Gama started his journey from Lisbon on the 25th of March 1497. ലിസ്ബണിൽ നിന്ന് വാസ്കോ ഡി ഗാമ യാത്ര തിരിച്ചത് 1497 മാർച്ച് 25-ന്. Now, short answer question number 2. What was the name of Gama's fleet? അതായത് വാസ്കോ ഡി ഗാമയുടെ കപ്പൽ വ്യൂഹത്തിന്റെ പേരെന്തായിരുന്നു? ഇതാണ് ചോദ്യം. Gama's fleet consisted of 3 small vessels called the San Rafael, the San Gabriel and the San Miguel. ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ 3 ചെറിയ കപ്പലുകൾ ഉണ്ടായിരുന്നു. സാൻ റാഫേൽ, സാൻ ഗബ്രിയേൽ, സാൻ മിഗുവേൽ എന്നീ പേരുകളിലുള്ള കപ്പലുകളായിരുന്നു. Now friends, short answer question number 3. Which mountain range is mentioned as the Great Mountain? ഏത് പർവ്വത നിരകളെയാണ് ഗ്രേറ്റ് മൗണ്ടൻ എന്ന് വിളിച്ചിരിക്കുന്നത്? Now here is the answer. Mount Delhi, identified as ഏഴിമല, is mentioned as the Great Mountain. മൗണ്ട് ഡൽഹി എന്ന് പേരിട്ട് വിളിച്ച നമ്മുടെ ഏഴിമല, അതായത് ഇപ്പോൾ നമ്മുടെ നാവിക അക്കാദമി നിലനിൽക്കുന്ന സ്ഥലം, ഈ ഏഴിമലയാണ് ഗ്രേറ്റ് മൗണ്ടൻ എന്ന് വിളിച്ചിരിക്കുന്നത്. Now short answer question number 4. Which city was named Capocate? ഏത് പട്ടണത്തെയാണ് കാപ്പോക്കേറ്റ് എന്ന് പേരിട്ടിരിക്കുന്നത്? കാപ്പാട് ടൗൺ ഈസ് നെയ്മഡ് കാപ്പോക്കേറ്റ്. കാപ്പാട് ടൗണിനെയാണ് കാപ്പോക്കേറ്റ് എന്ന് വിളിച്ചിരിക്കുന്നത്. Now friends, here is the last short answer question. Question number 5. Who was Nicolas Coelho? നിക്കോളസ് കോയലോ ആരായിരുന്നു? ഇതാണ് ചോദ്യം. നിക്കോളസ് കോയലോ വാസ് ആൻ എക്സ്പെർട്ട് പോർച്ചുഗീസ് നാവിഗേറ്റർ ആൻഡ് എക്സ്പ്ലോറർ. അതിവിദഗ്ധനായ ഒരു പോർച്ചുഗീസ് നാവികനും സാഹസികനുമായിരുന്നു നിക്കോളസ് കോയലോ. He was one of the 3 captains who accompanied Vasco da Gama in the discovery of the sea route to India in 1498. 1498 വാസ്കോ ഡി ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള സമുദ്രയാത്രയിൽ ഉൾപ്പെട്ട 3 കപ്പലുകളിൽ ഒരെണ്ണത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു നമ്മുടെ നിക്കോളസ് കോയലോ. Now take a look at the paragraph questions. Question number 1. Describe the journey route of Gama from Lisbon to Calicut. ലിസ്ബണിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വാസ്കോ ഡി ഗാമയുടെ ജേർണി റൂട്ട് ഒന്ന് വരച്ചു കാട്ടുക. ഇതാണ് ചോദ്യം. ദാ നോക്കിയേ, ഇതാണ് വാസ്കോ ഡി ഗാമയുടെ ജേർണി റൂട്ട്. ദാ നോക്കൂ, ഏറ്റവും മുകളിൽ യൂറോപ്പിന്റെ തെക്കേറ്റത്ത് പോർച്ചുഗൽ, ലിസ്ബൺ. അവിടുന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ചുറ്റിയാണ് യാത്ര. ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ദി അറ്റ്ലാന്റിക് ഓഷൻ, കിഴക്ക് ഭാഗത്ത് ഇന്ത്യൻ ഓഷൻ. പടിഞ്ഞാറ് വശത്ത് 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്: കാനറി ഐലൻഡ്സ്, സാന്റിയാഗോ, സാന്റാ ഹെലിന. ഏറ്റവും താഴെ ആഫ്രിക്കയുടെ തെക്കേറ്റത്ത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന മുനമ്പ്. ആ മുനമ്പ് ചുറ്റി ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്ത് വരുന്നു. അവിടെ ഇന്ത്യൻ ഓഷൻ. അവിടെയും 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ: 1 നെറ്റാൾ, 2 മൊസാംബിക്, 3 മെലിൻഡ്. മെലിൻഡയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള റൂട്ട് അറിയാവുന്ന ഒരു ഗുജറാത്തി ക്യാപ്റ്റനെ കിട്ടുന്നു. അങ്ങനെ കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കുന്നു. ഇതാണ് സംഭവം. Now take a look at the answer. Gama sailed from Lisbon, the capital of Portugal, on the 25th of March 1497 with a fleet of 3 small vessels. 1497 മാർച്ച് 25-നാണ് പോർച്ചുഗലിന്റെ ക്യാപിറ്റലായ ലിസ്ബണിൽ നിന്ന് വാസ്കോ ഡി ഗാമ യാത്ര തിരിച്ചത് 3 ചെറിയ കപ്പലുകൾ അടങ്ങുന്ന ഒരു കപ്പൽ വ്യൂഹത്തിൽ. They passed the Canary Islands on the 15th of July and reached Santiago in the Cape Verde Islands on the 26th of July.
the fleet reached Santa Helena on the 18th of August. ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കൂടിയാണ് നമ്മുടെ ഗാമയുടെ യാത്ര. 1 ജൂലൈ 15-ന് കാനറി ദ്വീപുകൾ, 2 ജൂലൈ 26-ന് കേപ്പ് വേർഡ് ഐലൻഡ്സിലെ സാന്റിയാഗോ എന്ന ദ്വീപിൽ, 3 ഓഗസ്റ്റ് 18-ന് സാന്റ ഹെലനയിൽ. റൗണ്ടിംഗ് ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഇൻ നവംബർ they reached Natal on the Christmas day. അവിടുന്ന് പുറപ്പെട്ട് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള മുനമ്പ്, അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി 1947 ഡിസംബർ 25-ന് ക്രിസ്മസ് ദിവസം ആഫ്രിക്കയുടെ കിഴക്ക് തീരത്തുള്ള നെറ്റാൾ എന്ന സ്ഥലത്തിലെത്തി. അവര് നെറ്റാളിൽ എത്തിയപ്പോൾ ഓർക്കണം, മഹാസമുദ്രം കടല് മാറിക്കഴിഞ്ഞു. കാരണം പടിഞ്ഞാറ് വശത്ത് അറ്റ്ലാന്റിക് ഓഷൻ, ഇപ്പോൾ ഇന്ത്യൻ ഓഷനിലാണ്. 1497 ഡിസംബർ 25 ക്രിസ്മസ് ആയപ്പോഴേക്കും അവർ ഇന്ത്യൻ ഓഷനിലെത്തി. മാർച്ച് 25 മുതൽ ഡിസംബർ 25 വരെ എത്ര മാസം? 9 മാസം. The fleet reached Mozambique in March 1498 and Melinde on the 29th of April. ഇനി അവർ നെറ്റാളിൽ നിന്ന് യാത്ര തുടർന്നു. 1498 മാർച്ചിൽ മൊസാംബിക് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഏപ്രിൽ 29-ന് മെലിൻഡിലും എത്തി. From there, with the help of a Gujarati pilot who knew the route to Calicut, Gama reached Calicut on the 20th of May 1498. മെലിൻഡിൽ നിന്ന് കാലിക്കറ്റിലേക്കുള്ള സീ റൂട്ട് അറിയാവുന്ന ഒരു ഗുജറാത്തുകാരനായ പൈലറ്റിനെ കിട്ടി. അദ്ദേഹത്തിന്റെ സഹായത്തോടെ 1498 മെയ് മാസം 20-ാം തീയതി വാസ്കോ ഡി ഗാമ കോഴിക്കോട്ടെത്തുന്നു. Well, this is the answer. Now, paragraph question number 2. Illustrate Gama's meeting with the Zamorin of Calicut. കോഴിക്കോട്ട് സാമൂതിരിയുമായുള്ള ഗാമയുടെ കൂടിക്കാഴ്ച വിവരിക്കുക. ഇതാണ് ചോദ്യം. വാസ്കോ ഡി ഗാമ visited the Zamorin in person. സാമൂതിരി രാജാവിന്റെ അടുത്തേക്ക് വാസ്കോ ഡി ഗാമ നേരിട്ട് തന്നെ പോയി. He proceeded to the interview accompanied by 12 men who were well dressed. നന്നായി വേഷം ധരിച്ച 12 ആളുകളുടെ അകമ്പടിയോടെയാണ് ഗാമ സാമൂതിരി അടുത്തേക്ക് പോയത്. ഗാമ വാസ് ഓൾസോ ബ്രില്യന്റ്ലി ഡ്രസ്ഡ്. വാസ്കോ ഡി ഗാമയുടെ വേഷവും അത്ര മോശമായിരുന്നില്ല, അതിഗംഭീരമായിരുന്നു. The king, the Zamorin, was sitting in his chair in all grandeur. നമ്മുടെ സാമൂതിരി രാജാവ് നല്ല പ്രൗഢ ഗംഭീരമായി അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. Di Gama and the king saluted each other. കണ്ട മാത്രയിൽ തന്നെ രണ്ടുപേരും പരസ്പരം വണങ്ങി. The king asked him to be seated, but Di Gama declined the honor and remained standing. വാസ്കോ ഡി ഗാമയോട് രാജാവ് ഇരിക്കാൻ പറയുന്നു, എന്നാൽ ഗാമ പറഞ്ഞു, വേണ്ട, ഞാൻ നിന്നോളാം. In the interview that followed, they discussed the prospects of trade. അതിനെ തുടർന്നുണ്ടായ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരമായിരുന്നു വിഷയം. The Portuguese had been allowed to erect a factory on shore for trading purposes. കടൽ തീരത്ത് പോർച്ചുഗീസുകാർക്ക് ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ സാമൂതിരി അനുവാദം കൊടുത്തു. എന്തിന്? വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി. Di Gama was at this factory after his interview with the king. സാമൂതിരി രാജാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാസ്കോ ഡി ഗാമ വന്ന് വിശ്രമിച്ചത് ഈ ഫാക്ടറിയിലായിരുന്നു. The first meeting ended in this way in a very successful manner. അങ്ങനെ സാമൂതിരിയും വാസ്കോ ഡി ഗാമയും തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച വിജയകരമായി പര്യവസാനിച്ചു. These are the paragraph questions. Now take a look at the essays. Question number 1. Discuss how the Portuguese established their trade with India. പോർച്ചുഗീസുകാർ എങ്ങനെയാണ് ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ചത്? ഇതാണ് ചോദ്യം. Now friends, here is paragraph number 1. William Logan's Malabar manual, published in 1887, gives a detailed account of how the Portuguese established their trade with India. 1887 പ്രസിദ്ധീകരിച്ച വില്യം ലോഗന്റെ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ചത് എന്ന് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. Well, this is paragraph number 1. Now paragraph number 2. Di Gama sailed from Lisbon, which is the capital of Portugal, on the 25th of March 1497 with a fleet of 3 small vessels. 3 ചെറിയ കപ്പലുകൾ അടങ്ങുന്ന ഒരു കപ്പൽ വ്യൂഹവുമായാണ് 1497 മാർച്ച് 25-ന് പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്ന് വാസ്കോ ഡി ഗാമ യാത്ര തിരിക്കുന്നത്. Via Canary Islands, Santiago and Santa Helena in the Atlantic and around the Cape of Good Hope, Di Gama reached Natal on the Christmas day in 1497. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ ദ്വീപുകളായ കാനറി ഐലൻഡ്സ്, സാന്റിയാഗോ, സാന്റ ഹെലീന എന്നീ ദ്വീപുകൾ വഴി ആഫ്രിക്കയുടെ തെക്കേയറ്റത്തെ മുനമ്പായ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി 1497 ഡിസംബർ 25-ന് ക്രിസ്മസ് ദിനത്തിൽ ആഫ്രിക്കയുടെ കിഴക്ക് തീരത്തുള്ള നെറ്റാൾ എന്ന സ്ഥലത്ത് ഗാമ എത്തി. Crossing Mozambique and Melinde on the western coast of the Indian Ocean, Gama finally reached Calicut on the 20th of May 1498. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറേ കരയിൽ
മൊസാംബിക്, മെലിൻഡ് എന്നീ സ്ഥലങ്ങൾ കടന്ന് 1498 മെയ് 20 വാസ്കോ ഡി ഗാമ കോഴിക്കോട്ടെത്തി. This is paragraph number 2. Now paragraph number 3. ഡി ഗാമ visited the Zamorin in person. കോഴിക്കോട്ട് സാമൂതിരി മഹാരാജാവിനെ വാസ്കോ ഡി ഗാമ നേരിട്ട് തന്നെ സന്ദർശിച്ചു. The brilliantly dressed Gama met the royal Zamorin. നല്ല അതിഗംഭീരമായി വസ്ത്രം ധരിച്ച വാസ്കോ ഡി ഗാമയും നല്ല രാജകീയ പ്രൗഢിയിൽ നിൽക്കുന്ന കോഴിക്കോട് സാമൂതിരി മഹാരാജാവും തമ്മിൽ കണ്ടു, വണങ്ങി. Though the king asked him to be seated, De Gama declined. He chose to remain standing. രാജാവ് ഗാമയോട് ഇരിക്കാൻ പറഞ്ഞു. ഗാമ പറഞ്ഞു, വേണ്ട പ്രഭോ, ഞാനിവിടെ നിന്നോളാം. In the interview that followed, they discussed the prospects of trade. തുടർന്ന് നടന്ന ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സാധ്യതകളായിരുന്നു വിഷയം. De Gama pressed for freedom to trade in the produce of the kingdom. He also explained what he could give in return. ഇരു രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ വ്യാപാരം ചെയ്യാനുള്ള സാധ്യതയും അനുമതിയും ചർച്ച ചെയ്യപ്പെട്ടു. This is paragraph number 3. Now take a look at paragraph number 4. The Portuguese had been allowed to erect a factory on shore for trading purposes. വ്യാപാര ആവശ്യത്തിലേക്ക് കോഴിക്കോട്ട് കടപ്പുറത്ത് ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് അനുമതി കിട്ടി. De Gama was at this factory after his interview with the king. സാമൂതിരിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗാമ വിശ്രമിച്ചത് ഈ ഫാക്ടറിയിലായിരുന്നു. The first meeting was successful. അങ്ങനെ ആദ്യത്തെ കൂടിക്കാഴ്ച സമ്പൂർണ്ണ വിജയം. After that, De Gama was also invited for a second interview with the Zamorin. വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാമൂതിരി വാസ്കോ ഡി ഗാമയെ ക്ഷണിച്ചു. The palace guard arrived there with a palanquin to conduct De Gama to the palace. രാജകൊട്ടാരത്തിലെ ഭൃത്യൻ പല്ലക്കുമായി വന്ന് ഗാമയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. Friends, this is paragraph number 4. And now take a look at the concluding paragraph, paragraph number 5. It was for the first time that a European sailed to India. അങ്ങനെ ആദ്യമായാണ് യൂറോപ്പിൽ നിന്ന് ഒരാൾ കടൽ കടന്ന് ഇന്ത്യയിലെത്തിയത്. The Portuguese successfully established their trade with India in this way. ഇത്തരത്തിൽ വിജയകരമായി പോർച്ചുഗീസുകാർ ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ചു. Well, this is the first essay. Now take a look at the second essay question. Evaluate Malabar Manual as a historical narrative. മലബാർ മാനുവലിനെ ഒരു ചരിത്ര ആഖ്യാനം എന്ന നിലയിൽ വിലയിരുത്തുക. ഇതാണ് ചോദ്യം. Now take a look at paragraph number 1. William Logan's Malabar Manual, published in 1887, is a historical narrative. 1887 പ്രസിദ്ധീകരിച്ച വില്യം ലോഗന്റെ മലബാർ മാനുവൽ ഒരു ചരിത്ര ആഖ്യാനമാണ്. The book gives a lot of precise information about the region of Malabar in those days. അന്നത്തെ മലബാർ ദേശത്തെ സംബന്ധിക്കുന്ന ഒട്ടേറെ സൂക്ഷ്മ വിവരങ്ങൾ ആ ഗ്രന്ഥം നമുക്ക് തരുന്നുണ്ട്. Well, this is paragraph number 1. Now take a look at paragraph number 2. Published in 2 volumes, the book uses illustrations and maps. 2 വാല്യങ്ങളിലായാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒട്ടേറെ ചിത്രങ്ങളും മാപ്പുകളും അതിലുണ്ട്. ഇറ്റ് ഈസ് എ ഡോക്യുമെന്ററി ഓഫ് ദ 1880s. 1880കളുടെ ഒരു ഡോക്യുമെന്ററിയാണ് ആ പുസ്തകമെന്ന് വേണമെങ്കിൽ പറയാം. The book tells us about the geography of Malabar, its flora and fauna, the inhabitants, their culture, religions and castes. മലബാറിന്റെ ഭൂമിശാസ്ത്രം, സസ്യജാലങ്ങളും മൃഗങ്ങളും, ആളുകൾ, അവരുടെ സംസ്കാരം, മതങ്ങൾ, ജാതികൾ, ഇതിനെപ്പറ്റിയൊക്കെ ആ പുസ്തകം നന്നായി വിവരിക്കുന്നുണ്ട്. It also gives detailed information about the occupation of the people, their livelihood, language, literature and economy. അവിടുത്തെ ആളുകളുടെ തൊഴിൽ, ജീവിതം, ഭാഷ, സാഹിത്യം, സമ്പദ്വ്യവസ്ഥ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ വിശദമായി അറിയാം. Well, this is paragraph number 2. Now take a look at paragraph number 3. Malabar Manual has 4 chapters such as province, people, history and land. ഈ പുസ്തകത്തിന് 4 അധ്യായങ്ങളുണ്ട്. പ്രവിശ്യ, ആളുകൾ, ചരിത്രം, ഭൂമി, ഇങ്ങനെ 4 അധ്യായങ്ങൾ. It also has several subsections. ഓരോ ചാപ്റ്ററിനും ഉപവിഭാഗങ്ങളുമുണ്ട്. It is the result of Logan's extensive research. വില്യം ലോഗന്റെ വിശദമായ ഗവേഷണത്തിന്റെ ഫലമാണ് ആ പുസ്തകം. Logan has also included the first-hand information he got from his travels and close interactions with the people across the length and breadth of the region. ആ പ്രദേശം മുഴുവൻ നേരിട്ട് സന്ദർശിച്ച് ലഭിച്ചിട്ടുള്ള വിവരങ്ങളും ഈ പുസ്തകത്തിലുണ്ട്.
Well, this is paragraph number 3. Now take a look at paragraph number 4. The first chapter gives geographical information. ഒന്നാമത്തെ അധ്യായത്തിൽ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളാണ്. Chapter 2 describes religion, caste, customs, language and literature in detail. ചാപ്റ്റർ 2-ൽ മതം, ജാതി, ആചാരങ്ങൾ, ഭാഷ, സാഹിത്യം ഇവയുടെ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. The third chapter narrates the history of Malabar, its cultural heritage, early history and the arrival of the Portuguese. മൂന്നാം അധ്യായത്തിൽ മലബാറിന്റെ ചരിത്രം വിവരിക്കുന്നു. അതിന്റെ സാംസ്കാരിക പൈതൃകം, ആദ്യകാല ചരിത്രം, പോർച്ചുഗീസുകാരുടെ വരവ് തുടങ്ങിയ കാര്യങ്ങൾ. This chapter also talks about the competition for pepper and other commodities, the Mysore invasion and the British rule. കുരുമുളക് തുടങ്ങിയ വ്യാപാര സാധനങ്ങളുടെ മേലുള്ള മത്സരം, മൈസൂർ ആക്രമണം, ബ്രിട്ടീഷ് ഭരണം തുടങ്ങിയ വിവരങ്ങളും ഈ മൂന്നാം അധ്യായത്തിലുണ്ട്. ആൻഡ് ചാപ്റ്റർ 4 പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഓൺ ടെനൻസി ആൻഡ് ലാൻഡ് ടാക്സ്. നാലാം അധ്യായത്തിൽ കുടികിടപ്പ്, പാട്ടക്കരാർ, വസ്തുവിന്മേലുള്ള കരം തുടങ്ങിയ വിവരങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നു. This is paragraph number 4 and now we come to the last paragraph number 5. Several manuals on the various districts of the then Madras province were published during the time. അക്കാലത്തെ മദിരാശി പ്രവിശ്യയിൽ ഉൾപ്പെട്ടിരുന്ന വിവിധ ജില്ലകളെ പറ്റി ധാരാളം മാനുവലുകൾ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നു. However, Malabar manual is the only manual that attracts historians and scholars as a historical narrative. എന്നാൽ ഒരു ചരിത്ര ആഖ്യാനം എന്ന നിലയിൽ ചരിത്രകാരന്മാരെയും പണ്ഡിതന്മാരെയും ഒരേപോലെ ആകർഷിച്ചിരുന്ന ഏക മാനുവൽ നമ്മുടെ മലബാർ മാനുവൽ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. Well, this is essay number 2 and here ends this short video on Malabar Manual and William Logan. Well friends, thank you for watching. I'll see you soon with another video. Bye bye.